ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടി അച്ഛനും കൂടിയിട്ട് ഇവിടെ മീൻ നേരാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടി അടുത്ത് മീൻ തൊടണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാമോ ഇവിടുന്ന് പോകും, അടുക്കളയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മീനെ നേരാക്കുമ്പോൾ അമ്മേനെ ചീത്ത പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പൊക്കോ, അടുക്കളയിൽ നിന്ന് പൊക്കോ, കുറേ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ എന്നോട്. അങ്ങനെ കുറേ നേരം എൻ്റെ അടുത്ത് ഇതാക്കിയിട്ട് അവന് മീൻ വാങ്ങിച്ച അപ്പം ഇതൊക്കെ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുക, അതിനെ പിടിച്ച് നേരാക്കാൻ ശ്രമിക്കുക ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ നേരാക്കി കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഡെറ്റോളൊക്കെ ഇട്ടിട്ട് ഒരു സ്മെല്ലുണ്ടാവും, നമുക്ക് പുറത്ത് പോയിട്ട് മീൻ നേരാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് നമുക്ക് നേരാക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ആദ്യക്കുട്ടിയുടെ ന്യൂഡിൽസും കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ന്യൂഡിൽസ് മേടിക്കാറൊന്നുമില്ല ഇവിടെ. അപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ന്യൂഡിൽസ് കഴിക്കാമല്ലോ എന്നും കുഞ്ഞു വായിൽ വലിയ വർത്താനം കേട്ടിട്ടൊന്ന് മേടിച്ചു കൊടുത്താണ് കേട്ടോ. ന്യൂഡിൽസ് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ചെറിയ പാക്കറ്റേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് അവന് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അച്ഛന് കൊടുക്കാതെ ഭയങ്കര ടെൻഷൻ കേട്ടോ. അച്ഛനില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോകട്ടെ. അപ്പോൾ എനിക്കോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും കഴിക്കണ്ട, ഞാൻ അച്ഛന് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണം, ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെയൊക്കെ വിളിച്ചിട്ട് വന്നു കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടിയാലും പിന്നെ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ വേണം കേട്ടോ കഴിക്കാൻ, ഒരുമിച്ചിരുന്നിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും 3 പ്ലേറ്റിലാണ് ആക്കുക. പിന്നെ 2 പ്ലേറ്റിലാക്കിയതിൻ്റെ ഒരു വിഷമമാണ് അവന്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ അവൻ്റെന്ന് അവൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സ്പൂൺ എടുക്കാൻ പോകണം കേട്ടോ. സ്പൂൺ ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് എടുത്തിട്ട് വന്നിട്ട് ഒരു സ്പൂണും കൂടി എടുത്തിട്ട് വന്നിട്ട് 2 പേരും കൂടിയും കഴിക്കുകയാണ് കേട്ടോ. ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെന്ന് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അവന് കുറച്ച് എൻ്റെന്ന് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ട, അത് അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തോട്ടോ അങ്ങോട്ട്. അപ്പോൾ ന്യൂഡിൽസ് പിന്നെ നമ്മൾ ശീലമാക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ മേടിച്ച് കൊടുക്കുകയുള്ളൂ, ചെറിയ പാക്കറ്റൊക്കെ മേടിക്കുകയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മീൻ വറക്കാൻ പോയി കേട്ടോ. മീനിൽ ചില ദിവസങ്ങളിലൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടും, ചിലപ്പോഴൊക്കെ ഇന്നിൻ്റെ അത് ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് വെള്ളം കൂടി ചാലിച്ചിട്ട് അങ്ങനെ ഇതാക്കി കേട്ടോ. എന്നിട്ട് മീനിൽ നന്നായിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചു. അയിലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ അങ്ങനെ മസാല പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തത്. ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് കേട്ടോ വറുത്തത്. എപ്പോഴും ഈ മീൻ വറക്കണത് ഈ ചീഞ്ചട്ടിയിലാണ് കേട്ടോ. അപ്പോഴാണ് പുളി വെള്ളത്തിലിടാൻ മറന്നത് കേട്ടോ. അപ്പോൾ വേഗം പുളി വെള്ളത്തിലിട്ടു. മീൻ കറി വെക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ അതിലോട്ട് കുറച്ച് പെരുംജീരകം ഇടും കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ ഇതുണ്ടായിരുന്നില്ല, കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറിവേപ്പില ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിലോട്ട് ആദ്യം കുറച്ച് പെരുംജീരകം ഇട്ടു. ഇത് പിന്നെ ഒരു മസാല പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് പേസ്റ്റ് ആക്കിയിട്ടും തേക്കാറുണ്ട്. മിക്സിയിലിട്ടൊക്കെ ഇട്ട് അടച്ചിട്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്ത് അതെങ്ങനെ ചുമ്മാ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ അമ്മ ഫോണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യക്കുട്ടി വന്നു കേട്ടോ. അവന് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാനാണ്, ഫോണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവന് നല്ല സങ്കടം വന്നിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് പോയിട്ടോ, ഞാനിത് തരില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ വറുത്തിട്ട് ആയി, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചീഞ്ചട്ടിയിലാണ് കറി വയ്ക്കാൻ പോണത്. മീൻ കറി എപ്പോഴും തേങ്ങ ഇട്ടിട്ടല്ല കേട്ടോ അവിടെ വയ്ക്കാം. തേങ്ങ ഇടാണ്ടാണ് എപ്പോഴും വെക്കാറ് പതിവ്. തേങ്ങ അങ്ങനെ ഇടാറില്ല. ചില സമയത്ത് മാത്രമാണ് തേങ്ങ പാലൊഴിക്കും. തേങ്ങ അരച്ച് ചേർക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം മീനൊക്കെ അടിപൊളിയായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തതും കൂടി വറുക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ മീൻ കറി വെക്കാൻ തുടങ്ങി. മീൻ കറി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ കറിയുടെ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയും കുറച്ച് കടുകും ഇടും കേട്ടോ. എന്നിട്ട് പിന്നെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു ഇഞ്ചി, അത് ഞാൻ കറിക്കെടുത്തു കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് പിന്നെ മസാലയൊക്കെ ഇട്ടിട്ടാട്ടോ വയ്ക്കാം. പിന്നെ അപ്പോഴേക്കും ആദ്യക്കുട്ടി എന്തോ വരയ്ക്കാൻ തുടങ്ങിയിട്ടാ. ആദ്യക്കുട്ടി എന്തോ ഒരു പുഴുവിനെ വരയ്ക്കുകയാണ്. പിന്നെ ആദ്യക്കുട്ടി, അച്ഛ, അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സീരിയസ് ആയിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ABCD ഒക്കെ എഴുതാൻ തുടങ്ങി. 1 2 3 കുറേ അതൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറയാം, ABCDയുടെ മേലെ ഒരു പുഴു വന്നിരിക്കുകയാണ്, പുഴു വന്ന് കിളിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്.
അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഓരോന്നും വരച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഇടയാണ് കേട്ടോ ഈ ഒരു പുഴുവിനെ മറ്റേ ഫോണിൽ കണ്ടതാണ് വരയ്ക്കണത്. അപ്പോൾ പിന്നെ അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക പണി കേട്ടോ. ചില സമയത്ത് പറയും ഉറുമ്പാണെന്ന്, ചില സമയത്ത് പറയും അത് പുഴുവാണെന്ന്, അങ്ങനെയൊക്കെ. പിന്നെ അത് കൂട്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ മേലെ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ടെറസിൻ്റെ മേലെ പോയിട്ട് ഇട്ടിട്ട് വന്നു കേട്ടോ. കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ കുറേയൊക്കെ പോയി. പിന്നെ നമ്മുടെ കറ്റാർ വാഴ മാത്രം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറ്റാർ വാഴ പിടിച്ച് കിട്ടി. പിന്നെ കറിവേപ്പില വെച്ചിട്ടുണ്ട്, അതൊന്ന് പിടിച്ച് കിട്ടി കേട്ടോ. പിന്നെ കുറച്ച് വിത്തിട്ടതൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പുറത്തെ ചട്ടിയിലൊക്കെ കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ കുറച്ചധികം ഞാൻ വലുപ്പത്തിൽ തന്നെ വെച്ചത്, എന്തായാലും പോയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും മേലെ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പഴംപുളി ഇട്ട് വെച്ചതാണ് കേട്ടോ. പഴംപുളി ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ കളറ് വരുന്നുണ്ടോ. പിന്നെ മുളക് പൊടിയേക്കാട്ടിലും കൂടുതൽ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്ന് അരി വെള്ളത്തിലിട്ടില്ല. നാളെ അവൻ ആദ്യക്കുട്ടിക്ക് ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടു. കുറച്ച് ഉഴുന്നും ഉലുവയൊക്കെ ചേർത്തിട്ടു. അപ്പോഴേക്കും ആദ്യക്കുട്ടി വന്നു കേട്ടോ. ആദ്യക്കുട്ടിക്ക് തേങ്ങ പൊളിച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യക്കുട്ടി വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ തേങ്ങ പൊളിക്കണ്ട, നമുക്ക് നാളെ പൊളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനത് പറ്റില്ല, അവനിപ്പോൾ തന്നെ പൊളിച്ച് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ട് എടുത്തിട്ട് പോയിട്ട് അവനെ. അതാ നമ്മുടെ മീൻകറി ആയിട്ടോ. മീൻകറി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപുളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ മീൻകറി ആയതും ഏട്ടൻ്റെ രാവിലത്തെ പുട്ടും എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതിൽ മീൻകറിയും പുട്ടും ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും രാവിലത്തെ പുട്ടും കൂടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞതും ചോറ് കഴിച്ചു. ചോറും പിന്നെ മീൻ വറുത്തതും ഒക്കെ കൂടിയിട്ട്, മീൻ കറിയൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പുട്ട് കഴിച്ചുകൊണ്ട് അവർക്ക് അപ്പം അത്ര വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത് ഞാൻ ഉച്ചയ്ക്ക് അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏട്ടനും ആദ്യക്കുട്ടിയും കൂടി പുറത്ത് പോയിട്ട് ഇതാ വൈകുന്നേരത്തേക്ക് കുറച്ച് ചായക്കടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ എപ്പോഴും മേടിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് മേടിച്ചിട്ട് വരാം കേട്ടോ. ഓരോന്നും മേടിച്ചിട്ട് വരും. വെറൈറ്റി ഒരു പഴംപൊരി, 2 മുട്ട ബജ്ജി, പിന്നെന്താ പരിപ്പ് വടയുണ്ട്, അതിൽ ഉള്ളിവടയുണ്ട്, ഉഴുന്ന് വടയുണ്ട്, അങ്ങനെ കുറേ എല്ലാം ഓരോന്നും ഈ 2 എണ്ണമൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ചായ കൂടി വെച്ചിട്ടുണ്ട്. ഇതിൽ മുട്ട ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിവട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ മുട്ട ബജ്ജിയും ഉഴുന്നുവടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ച് കട്ടൻ ചായയും വൈകുന്നേരത്തെ ഈ കടികളൊക്കെ കൂടിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ 3